गर्व है आपको इतने बच्ची बहू ये वो है. Good afternoon. Welcome to FTT Family Travel Trails. We are entering Dholavira, the metropolis of Harappan civilization. നമ്മളിപ്പോൾ 4500 വർഷം പഴക്കമുള്ള സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടുള്ള ധോലാവിര ആർക്കിയോളജിക്കൽ സൈറ്റിലേക്കാണ് കടക്കുന്നത്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കാദിർ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞൻ ദ്വീപിലാണ്. ദ്വീപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റോഡ് ടു ഹെവൻ എന്നുള്ള ആ വഴി വന്ന് മുട്ടുന്നത് അതിലേക്കാണ്. ചുറ്റും റാൻ ഓഫ് കച്ച് ലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അത് മഴക്കാലത്ത് ഫ്ലഡഡ് ആവും, അല്ലാതെ സമ്മറിൽ അത് ഇങ്ങനെ ഉപ്പുപാടങ്ങളായി മാറും. അപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ധോലാവിര എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു പൗരാണികമായ ഒരു ഛായ നമുക്ക് തോന്നി തുടങ്ങി. വേറെ ബോർഡൊന്നും കാണുന്നില്ല. നമ്മളെന്തായാലും നേരെ തന്നെ പോവാണ്. മാപ്പ് അങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ചരിത്രത്തിൽ വളരെ വികസിതമായിരുന്ന ഒരു സംസ്കാരം നിലനിന്നിരുന്ന ഈ ഒരു ഹാരപ്പൻ സൈറ്റിൽ ഇപ്പോഴത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത് കുറേ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള പോലെയാണ്. കാരണം കൃഷിയും അങ്ങനെ ഒരു ആരിഡ് ആയിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആണല്ലോ ഇത്. കല്യാണ വണ്ടി എടുക്കുന്നുണ്ട്. കല്യാണം എന്നാ കറി ഫുഡ് കഴിച്ചിട്ട് പോയാലോ? തൊപ്പിടിക്കാൻ പോകും. നമ്മൾ ചുമ്മാ പറഞ്ഞതാ, പക്ഷെ സംഭവം പുള്ളി പഴയതെറ്റി ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് വന്നത്. അപ്പൊ അവിടെ ആളോട് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു, എന്റെ മക്കളുടെ കല്യാണമാണ്, വന്ന് ഇറങ്ങി ഭക്ഷണം കഴിച്ച് പോവാണെങ്കിൽ നന്നായിരിക്കും, സന്തോഷമായിരിക്കുന്നു. ഇറങ്ങാം. അതെ അതെ, നമുക്കും സന്തോഷമേ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ഇറങ്ങാം. വണ്ടി ഒതുക്കിക്കോളൂ. എന്ത് സന്തോഷം എല്ലാരും മൂത്ത്. എന്തെങ്കിലും ആവട്ടെ. നമ്മുടെ ബിന്ദി മസാല. കാറ് നിർത്തിയപ്പോ അവര് വന്ന് ഡോറൊക്കെ തുറന്ന് ഇറങ്ങൂ, ഞങ്ങളുടെ കൾച്ചർ കാണൂ എന്നൊക്കെ പറഞ്ഞു. എക്സൈറ്റുണ്ട്. വെച്ച് കയറാം. ആദ്യം ഒരേ होगी बस होगी आपकी आपकी टुगेदर साथ और खर्चा कम होता है। साल में एक ही बार होता है। हम यादव है, हम ये बैसाख हम साल में एक बार शादी होती है बैसाख महीने में, बाकी हम लोग शादी नहीं करते। इस महीने में होती है? इस महीने में साल में एक। हम अब द्वारका से आती है, द्वारका से पान सब तो ये दुल्हन भी इधर से है। के गांव की एक दूल्हा इधर गांव का ही है, मेरा भांजा है, उसी की लड़की का लड़का। हाँ भांजा आते हैं, उसी की लड़की का। हम केरल से है। तो लैंग्वेज से पता ले लो। This man is eating here. And we should meet. Yeah. इसमें लिखा है God. आप लोग को मिलना है। God. हाँ आपकी शादी बढ़िया खाना। 8 मीटर में कापड़ लगता है। साड़ी की तरह पहन लो तो
ഇത് പാകിസ്ഥാൻ ബോർഡറിലാണ് ഇതുപോലെ അതിൻ്റെ ലാസ്റ്റ് വില്ലേജാണ്. അപ്പോൾ അവിടെ നമുക്കൊരു കല്യാണം കിട്ടും. അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുപോകാൻ കല്യാണം. मेरी को दिया थे लोग नहीं ऐसे ये वो फाइनेंस हाय फाइव स्टार मदर मींस दुल्हन की मदर है मां दुल्हन की मदर हां हां मुबारक दक्षिण हेलो हां को मिला Oh my god. और भी क्या പുരുഷന്മാരെ അവിടെ ഇരുത്തി സ്ത്രീകളെ നമ്മള് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഓത്തന്റിക് ഡ്രസ്സുകൾ ഇട്ടിട്ടുള്ള ആൾക്കാരാണ്. കേരള घरे मेरी ये आई मम्मी से मम्मी से हमारे साथ देखो ना. एक फोटो के ओके अपनी मम्मी से घर की सिटिंग रूम है. ये सब इधर होती है. इतने सारे कोट्स യൂസ് करते हैं. तो कम है लेकिन सब पता हुआ ഇതിലും കൂടുതലുണ്ടാവും വീഡിയോ है ना. गणेश 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 स्थापना ओ पूजा करती है. देवी गणेश 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 स्थापना डेली पूजा लगती है. हाँ आपकी सारी फैमिली मेंबर्स आई हुई है. हाँ यस तो अब आप ससुराल जाएगी आज ही. आज हफ्तारे एट व्हाट टाइम. हमने जाओ अभी 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 जाना अभी जाना. हाँ अभी जाना सो थैंक यू. वही सास हाँ उसने कहा तुम्हें गवर्नमेंट है. गवर्नमेंट मीन्स इट्स नॉट गवर्नमेंट. नहीं I said proud. Proud. Government means I don't know Hindi. गर्व है आपको. इतने अच्छी बहू मिल गई. वो है. तो मैं अंदर से राजी चाहता हूँ ज्यादा नहीं जानती ना तो एक वर्ड्स नहीं जानती. They are proud to have अच्छी सी बहू मिली. Okay. Thank you. അപ്പോൾ നമ്മൾ വധുക്കളെ വിഷ് ചെയ്ത് പുറത്തിറങ്ങാണ്. ഇതാ പെട്ടെന്ന് ഒരു കളർഫുൾ ലോകത്ത് വന്ന് പെട്ട പോലെയാണ്. ഇങ്ങനെ വെള്ള ഉപ്പിൻ്റെ പാടം മാത്രം കണ്ടു വന്ന് ഒരു നിറപ്പകിട്ടാർന്ന ലോകത്തേക്ക് പെട്ടെന്ന് വന്ന പോലെ. ഇതാ വരന്മാർ നല്ല വാളൊക്കെ പിടിച്ച് പേൾസും ജ്വൽസൊക്കെ പതിപ്പിച്ച പോലെയുള്ള അതും കോട്ടും തലപ്പാവും എല്ലാം ആയിട്ട് നല്ല ഗംഭീരനായിട്ടാണ് സ്റ്റൈൽ. അവരുടെ പാരൻസ് അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവർ സ്റ്റേജിലേക്ക് കയറാൻ പോവാണ്. ഇനി കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങാണ്. ഈ നമ്മളോട് സംസാരിച്ച ഈ സ്ത്രീ നല്ല ഉഷാറാണ് കേട്ടോ. പുള്ളി മൗസിയാണ്, അതായത് നമ്മളെ ഈ കല്യാണ പെണ്ണുങ്ങളുടെ അമ്മായി. അപ്പം അമ്മായിയുടെ മകനെ മുറച്ചക്കനെയാണ് ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നത്. അപ്പോൾ നല്ല സ്നേഹമായിട്ട് വളരെ സ്മാർട്ടായിട്ട് നമ്മളോട് സംസാരിച്ചു. സോ വി വർ വെൽ റിസീവ്ഡ്. അപ്പോൾ എന്തായാലും ഇവരെ ചടങ്ങുകൾ തുടങ്ങാൻ പോവാണ്. പെൺകുട്ടികളെ പയ്യൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണ ചടങ്ങ് തുടങ്ങുകയാണ്. ഇന്ന് കാലത്ത് ക്ഷേത്രത്തിലായിരുന്നു കല്യാണം അത്രേ.
അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കപ്പോൾ പതുക്കെ നീങ്ങാം, അവരിനി തിരക്കിലായിരിക്കും. അപ്പോൾ ചായ സോസറിലാണ് കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ചൂടൻ ചായ കുടിച്ച് നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ യാദവ കല്യാണം. നല്ല ചൂടുണ്ട്, നല്ല മധുരമുണ്ട്. उससे पहले कुछ रसम होगी. गुड बाय, सेइंग गुड बाय. गुड बाय. हम भी गुड बाय करेगी, आप लोग बिजी होगी ना. तो मैं विल टेक ए फोटो विथ हिम. एक फोटो उसके साथ एक फोटो अभी है ना. थैंक यू थैंक यू थैंक यू. क्या फ्री है आप लोग? थैंक यू. आपका नाम? दया भाई. कितना दया है, नाम में है दया है. അപ്പോൾ നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് ഭക്ഷണവും അവരെ കാണലും വിഷയലും ഒക്കെ കഴിഞ്ഞ് വണ്ടി കയറി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? രസമായിരുന്നു. ഒരു ഡിഫറെന്റ് ആയിരുന്നു. അതെ അതെ. കാര്യം നമ്മൾ തോലാവര ഹാരപ്പനിലേക്കുള്ള വഴി ജസ്റ്റ് ഒന്ന് തെറ്റി നല്ലൊരു വഴിക്കോടെ ഇങ്ങോട്ട് എടുത്തതാ. പക്ഷെ ഇവിടെ എത്തിയപ്പോ കുറച്ച് കല്യാണ തെറ്റിയില്ലാന്ന് മനസ്സിലായത്. കറക്റ്റ് വഴിയായിരുന്നു. നമുക്ക് എടുത്തു വെച്ചേക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്നു. ദാനെ ദാനെ പെലിക്കാ ഹേ ഖാനാവാല കാ നാം എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ അത് പെണ്ണിന്റെ അപ്പനും പറഞ്ഞു അങ്ങനെ തന്നെയാണ്. 2 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം. അയാൾ പോലീസിലാണ്. 6 മക്കളുണ്ട്, 7 മക്കളുണ്ട്. 6 പെൺകുട്ടികളും ഒരു മകനും. 2 പേരുടെ കല്യാണം ഇപ്പോൾ ഒരുമിച്ച് നടക്കണം. കൊല്ലത്തിൽ ഒരിക്കലേ ഇവർക്ക് കല്യാണം നടക്കുള്ളൂ. യാദവ കുലത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ ഒരു മാസം വൈശാഖി മാസം മാത്രമാണ് അവർക്ക് കല്യാണം. അപ്പോൾ എല്ലാവരും ഈ ഗ്രാമത്തിലെ എല്ലാവരും കൂടി അന്ന് ഇത് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു, നടത്തുന്നു. അപ്പോൾ നല്ല ഭക്ഷണം, ആദ്യം ഭക്ഷണം കഴിച്ചു, പിന്നെ അവരെ കണ്ടു. നല്ല കളർഫുൾ ആയിട്ടുള്ള ഭയങ്കരാണ്. അപ്പൊ ഈ ഗോൾഡ് കുറെയൊക്കെ കേരളത്തിൽ നിന്ന് പറഞ്ഞപ്പോ കണ്ടോ ഞങ്ങളുടെ ലേഡീസൊക്കെ സ്ത്രീകളൊക്കെ ഇഷ്ടംപോലെ സ്വർണ്ണം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെയൊക്കെ ഭയങ്കരമായിട്ട് സ്വർണം എന്തോ കച്ചവടമുള്ള സ്ഥലമല്ലേ എന്നൊക്കെ നമുക്കറിയാതൊക്കെ. അപ്പൊ അങ്ങനെ നമ്മള് കല്യാണത്തിന് ചെറിയൊരു സമ്മാനം കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു ചെറിയ സമ്മാനം തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ട നിങ്ങൾ വന്നതാണ് ഏറ്റവും വലിയ സമ്മാനം. നമ്മുടെ കൾച്ചർ കണ്ടതും കൾച്ചർ ഷെയർ ചെയ്യാൻ പറ്റിയതൊക്കെ വലിയൊരു കാര്യമെന്ന് പറഞ്ഞ അവര് 2 ചെക്കന്മാരും നല്ല സ്റ്റൈലിലാണ് അല്ലേ? നമ്മുടെ വീഡിയോസ് കാണാം. നല്ല മറ്റേ രാജപുത്രല്ലേ യാദവ ആ വാളൊക്കെ പിടിച്ച്. സോ ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇങ്ങനെ എക്സ്പീരിയൻസസ് കിട്ടിയാൽ നമ്മളീ ഉൾവഴിക്ക് പോയി കഴിഞ്ഞാൽ ധാരാളം കിട്ടും. നമ്മളിങ്ങനെ അടിച്ചു പിന്നിച്ച് പോയിക്കൊണ്ടിരിക്കല്ലേ. 10-12 മണിക്കൂർ ഡെയിലി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് അതിനെ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചും കൂടി സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗ്രാമങ്ങളെ തൊട്ടറിഞ്ഞ് പോവാം. കിട്ടിയത് ലാഭം. എപ്പോഴും എക്സ്പീരിയൻസ് കുറച്ച് വയ്യാണ്ടോ അതിനൊരു നമുക്ക് 2-3-5 മാസമൊക്കെ സമയം പോകും. പക്ഷെ ഇതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നന്നായിരുന്നു. ഇതാണ് മറ്റേ പാകിസ്ഥാന്റെ ഏറ്റവും അവസാനത്തെ ഗ്രാമം. പാകിസ്ഥാൻ ബോർഡർ ആണ്. പിന്നെ പരന്നു കിടക്കുന്ന ഈ സ്ഥലങ്ങൾക്ക് അപ്പുറമാണ്. ഒരു 50 കിലോമീറ്റർ ആണ് ലാസ്റ്റ് ഗ്രാമം അവിടുത്തെ ഇവിടുത്തെ തമ്മില്. അപ്പൊ ഈ ബെൽറ്റിലെ കച്ച് മേഖലയിലെ അവസാന ഗ്രാമം. ഇനി നമുക്ക് ഹാരപ്പൻ വില്ലേജിലേക്ക് പോവാം. അപ്പൊ ഇത് സംഭവം കൊള്ളായിരുന്നു, അടിപൊളി. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് കയറി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശരിക്കുള്ള സ്ഥലത്ത് ഈ ഹാരപ്പൻ ധോലാവീര ഹാരപ്പൻ സൈറ്റ് ഒരു ബോർഡോ ഒന്നുമില്ല. വളരെ വിജനമായൊരു സ്ഥലം, ആരും വരാത്ത പോലെയാണ് കിടക്കുന്നത്. എന്തായാലും നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു സെക്യൂരിറ്റി അവിടെ ഇരിക്കുന്നുണ്ട്. വണ്ടി അകത്തേക്ക് എടുത്ത പുള്ളി പറഞ്ഞു വണ്ടി പുറത്ത് ഇടണം, അകത്ത് കിടത്താൻ പാടില്ല എന്ന്. എന്താ കാര്യം എന്നറിയില്ല. സ്പേസൊക്കെ അവിടെ കാണുന്നുണ്ട്. എന്തായാലും ടിക്കറ്റും ഇല്ല, ഫ്രീ ആണെന്ന് പറഞ്ഞു എൻട്രി. അപ്പോൾ നമ്മൾ ഒന്ന് പോയി കാണാം. ഈ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഏറ്റവും മേജർ എക്സ്കവേഷൻസ് നടന്ന സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാരപ്പൻ ഹെറിറ്റേജ് സൈറ്റാണ്. മറ്റു 3 പാകിസ്ഥാനിലാണ്, 2 ഇന്ത്യയിലുള്ളത്. ഇതാണ് ആ ഏരിയ. അതിങ്ങനെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ കാണാം നമുക്ക്. ഇതിനുള്ളിലൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സൈറ്റിലേക്കൊന്ന് നടക്കാൻ ശ്രമിക്കുകയാണ്. 42 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് തീ പൊള്ളാണ്. ഈ ധോലാവീര സൈറ്റ് 103 ഹെക്ടറാണ് ടോട്ടലായിട്ടുള്ളത്. അതിൽ തന്നെ ഈ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കെട്ടിയിട്ടുള്ളത് 47 ഹെക്ടറിലാണ്. ബാക്കി ബഫർ സോണായിട്ട് എക്സ്കവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പരന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ. ഖനനം ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ വെരി വാസ്റ്റ് ഏരിയ.
ഹാരപ്പൻ സിവിലൈസേഷനിൽ തന്നെ ഏറ്റവും വികസിതമായ ഒരു സിറ്റി ആയിരുന്നു ഈ ധോലാവിരയിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല നഗര ആസൂത്രണവും അതുപോലെ ഫോർട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ വളരെ ഫേമസ് ആണ്. ഇതൊരു മെഗാലിത്തിക് ആയിട്ടുള്ള ഏരിയ ആണ്. മാത്രമല്ല വളരെ യുണീക്കായിട്ടുള്ള ഒരു സൈൻ ബോർഡ്, ഏർലി ഇൻഡസ് സ്ക്രിപ്റ്റിലുള്ള ഒരു സൈൻ ബോർഡ് ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ചുട്ടുപോളാണ് വെയിൽ കാരണം നമുക്ക് അധികം നേരം ഡീറ്റെയിൽ ആയിട്ട് നടന്ന് കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പകരം ഇവിടെ മ്യൂസിയത്തിൽ ഓടിക്കയറി. അപ്പോൾ നല്ല സൈറ്റ് പ്ലാൻ ഉണ്ട്, അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ താഴെയുണ്ട്. അപ്പോൾ അതൊക്കെ വിശദമായി കണ്ടു. നല്ല സന്തോഷം. ഇത് AC മ്യൂസിയമാണ്. മാത്രമല്ല ഒരു നല്ല ഡോക്യുമെൻ്ററി, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു കാര്യം നമുക്ക് വേണ്ടി മാത്രം പ്രദർശിപ്പിച്ചു. നമ്മളത് കണ്ടു. In the mid-1850s, while laying out the railway track between Multan and Lahore in Pakistan, vast extents of ancient masonry structures were discovered, whose bricks were hammered for the laying of the railway lines. In 1968, archaeologist Dr. J.P. Joshi declared the discovery of the 5th largest Harappan metropolis, Dholavira. Under the direction of archaeologist Padmashri Dr. Singh Best, ഈ ധോലാവിര ഹാരപ്പൻ സിവിലൈസേഷൻ മ്യൂസിയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വാസ്റ്റായിട്ടുള്ള എക്സ്കവേഷനും ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. അത് 1968 ഡോക്ടർ ജഗത് പതി പായ് പതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജഗത്പതി പായ്. അന്നത്തെ ആളാണ് ഇത് ഡിസ്കവർ ചെയ്തത്. അവിടുത്തെ ലോക്കൽസിന്റെ സഹായം കൊണ്ട്. അന്നത്തെ SI ഡയറക്ടറാണ്, നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറാണ്. ഇത് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തുള്ളൂ അതിനെക്കുറിച്ച് പഠിച്ച്. പിന്നെ 1989 തൊട്ട് 2005 വരെയുള്ള സമയത്ത് ഒരു 13ഓളം വലിയ ഫീൽഡ് എക്സ്കവേഷൻ പ്രോജക്റ്റുകൾ നടത്തിയിട്ട് സംഭവങ്ങൾ മുഴുവൻ എടുത്തു. ആ ഏരിയ മുഴുവൻ ഖനനം ചെയ്തെടുത്ത് പിന്നെ വർഷങ്ങളോളം എടുത്തിട്ടാണ് അത് ക്ലാസിഫൈ ചെയ്തതും സോർട്ട് ചെയ്തതും. അപ്പോൾ കുറേ നാട്ടുകാർക്ക് മുഴുവൻ ആ സമയത്ത് നന്നായിട്ട് അതിൽ ഇൻവോൾവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 15 സ്ഥലങ്ങളിലൊന്നാണ്. 5 സ്ഥലങ്ങൾ: മൊഹൻജദാരോ, ഹാരപ്പ, മെഹക്കർ. അത് 3 പാകിസ്ഥാനിലാണ്. ഇപ്പോൾ ധോലാവീര, ലോഥൽ ഇപ്പോൾ ഇന്ത്യയിലാണ്, അത് ഗുജറാത്തിൽ. അപ്പോൾ ഇങ്ങനെ 5 ഹാരപ്പൻ സിവിലൈസേഷൻ സിറ്റീസിൽ ഇന്ത്യയിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്, ധോലാവിര സൈറ്റ്. ഇവിടെ നല്ലൊരു ഡോക്യുമെൻ്ററി ചെയ്തു. അത് നമുക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവമായിരുന്നു. പിന്നെ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. AC മ്യൂസിയമാണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. റീ എൻട്രി AC മ്യൂസിയം ഡോക്യുമെൻ്ററി എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു വർത്താണ്. സാധാരണ ഫീസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു മനുഷ്യനില്ല കേട്ടോ, ആരും വരാറുമില്ല എന്ന് തോന്നുന്നു. ചരിത്രത്തിലും ഖനനത്തിലും കുഴിച്ചെടുക്കലിലൊക്കെ താല്പര്യമുള്ള കുറച്ച് പേര് മാത്രം വല്ലപ്പോഴും, പിന്നെയും കുറച്ച് ഫോറിനേഴ്സൊക്കെ വല്ലപ്പോഴും വരുന്നുണ്ടാവും. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്. എന്തായാലും നല്ലതാണ്, അടിപൊളി സ്ഥലം. ലോകത്തിൽ ഇപ്പോൾ ഇതുമാതിരി ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇതാണ് 2ലും വെച്ച് ഇത്തിരി ഡെവലപ്ഡ്. അപ്പോൾ അത് കാണാൻ എല്ലാവർക്കും കാണാം. ചരിത്രം അങ്ങനെ ഉറങ്ങി കിടക്കുകയാണ്. ധോലാവിര കഴിഞ്ഞ് പിന്നെ ഒരു ഉണങ്ങിയ 2 വശത്തും ഉണങ്ങിക്കെടുക്കുന്ന ഈ കുഞ്ഞിച്ചെടികൾ മാത്രമുള്ള ഒരു ഏരിയ. ഇപ്പൊ നമ്മള് ഒക്കെ കഴിഞ്ഞു, കാഴ്ചകളിൽ വെച്ചൊന്ന് ചാരി കിടന്നതാ. ഞാൻ നോക്കിയപ്പോ പിന്നെയും ചുറ്റും ഇങ്ങനെ പരന്ന് കിടക്കുന്നിതാ. എന്തോരാണിത്, കണ്ട് മതിയാവാത്ത പോലെ. റൂട്ട് ഇൻഫിനിറ്റി എന്ന് അങ്ങനെ ഒരു റോഡ് പണിയുണ്ടെന്ന് അവിടെ ആ ഗ്രാമത്തില് കല്യാണത്തിന്റെ ടീമില് ഒരാൾ പറഞ്ഞിരുന്നു. അപ്പൊ അതാണാവോ, പക്ഷെ അത് പണിയണുള്ളൂന്ന് പറഞ്ഞു. ഇതൊക്കെ ഫ്രഷ് ആണ്. അതാ ആകാശവും ഇതും ഒന്നായി മാറുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. ശരിക്കും കണ്ണെത്താ ദൂരെ എന്ന് പറഞ്ഞ പോലെ. നോക്കി അങ്ങോട്ടൊന്നും നോക്കിയാൽ നമുക്ക് ശരിക്കും പെടുത്താൻ കിട്ടില്ല. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഇതൊക്കെ ഇപ്പൊ വാരി എടുക്കില്ലേ? അത് ഏത് സീസണിലാണോ ഇപ്പൊ ഇങ്ങനെ വിളഞ്ഞ് കിടക്കാണ്. കൊയ്തെടുത്താ മതി.
അപ്പോൾ ഇനി 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 ഇങ്ങനെ കണ്ട് പോവാണ്. ഫ്ലാമിംഗോ വ്യൂയിങ് പോയിന്റ്സ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1-2 ദൂരെ കാണുന്നുണ്ട്. അവർ ഈ ഉപ്പി കൂടെ നടക്കുന്നുണ്ട്. ഇത് കിട്ടാനാണ് അവ നടക്കണേ. ഉപ്പിലിട്ട മീൻ അത് നമുക്ക് കിട്ടിയെങ്കിലോ. അപ്പം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന വൈറ്റ്രാൻ്റെ നടുവിൽ കൂടെ തന്നെയാണ് നമ്മുടെ യാത്ര. എപ്പോഴും ആളുകളൊക്കെ ഇങ്ങനെ ഉപ്പിലിറങ്ങി നടക്കുന്നുണ്ട്. നമ്മളെന്തായാലും നിർത്തുന്നില്ല. നടന്നാണല്ലേ നേരത്തെ? നല്ല വെയിലാണ്. 2 മണി നേരം 40 ഡിഗ്രി ഒന്ന് കുറഞ്ഞിട്ട് ഇപ്പോൾ 39 ഡിഗ്രിയിൽ നിൽക്കുകയാണ്. റോഡ് ഇങ്ങനെ ആവി പറക്കണ റോഡാണ്. നമ്മളിനി പോണത് നാദാബെറ്റ് ഇന്തോ പാർക്ക് ബോർഡർ പോയിന്റ്, സീമാ ദർശൻ. അവിടെ നിന്ന് നമുക്ക് പാകിസ്ഥാൻ കാണാൻ പറ്റും. പിന്നെ അവിടെ 0 പോയിന്റ് ഉണ്ട്. അതിപ്പോൾ ടെമ്പററി ക്ലോസ്ഡ് ആണ് കാണിക്കുന്നത്. പോയി നോക്കാം, പറ്റുമെന്ന് നോക്കാം. ഇവിടെ BSFന്റെ ഇതൊക്കെ ഉണ്ടാവും, ചെക്ക് പോയിന്റ്സ് ഉണ്ടാവും. പിന്നെ അവിടെ ഫ്ലാമിംഗോ വ്യൂയിങ് ഡെക്ക് ഉണ്ട്. കുറച്ചും കൂടി 25 മിനിറ്റും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് നോക്കാം. നമ്മൾ ഈ ഉപ്പ് മരുഭൂമിയുടെ നടുവിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പ് വാരി എടുത്തപ്പോൾ വെറും മരുഭൂമിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. JCBയും മറ്റ് ലോറികളും ഒക്കെ ധാരാളമായിട്ട് ആ ഭാഗം ക്ലീനപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എക്സ്പോർട്ടേഴ്സാണ് ഇന്ത്യ. നമ്മൾ ഒരു 14 ബില്യണോളം കിലോ ഉപ്പ് എല്ലാ വർഷവും കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഒരു 80% ഇവിടെ റാൻ ഓഫ് കച്ചിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ചൈന, ജപ്പാൻ തുടങ്ങി US തുടങ്ങി വിയറ്റ്നാം വരെയുള്ള രാജ്യങ്ങൾക്കുമൊക്കെ നമ്മൾ തന്നെയാണ് കയറ്റി അയക്കുന്നത്. അപ്പോൾ അതിന് മാത്രമുള്ള ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട്. ഇടതുവശത്ത് ഒരുപാട് കമ്പനികളുടെ ലോഗോ ബോർഡുകളും ഒക്കെ നമുക്ക് മാപ്പിലും അല്ലാതെയും കാണാൻ പറ്റുന്നുണ്ട്. വലിയൊരു ഡെസേർട്ടായിട്ട് തോന്നിയാലും ദിസ് ഇസ് എ ഹബ് ഓഫ് കോമേഴ്സ്. കല്യാണ ഭക്ഷണം കഴിഞ്ഞപ്പോൾ പപ്പയും മോളും അങ്ങനെ അങ്ങോട്ട് നല്ല സുഖം ഉറങ്ങാണ്. നമ്മൾ നാദാബെറ്റിലേക്ക് അങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. 6 മണിക്ക് അവിടെ ക്ലോസ് ചെയ്യും. അപ്പം അതിന് മുൻപ് നമുക്ക് അവിടെ എത്താം. എത്ര മണിക്ക് എത്തും? 5 മണി. 5 മണിക്ക് എത്തും. ഓക്കെ, മുകളിൽ പോവാ. നോട്ടെ, ഇതിൻ്റെ ഉള്ളിലും മുള്ളാണ്. ഇതിൻ്റെ ഉള്ളിലും മുള്ളാണ്. തൊടാൻ പറ്റുന്നില്ല. അങ്ങനെ ഉപ്പിൻ്റെ കടലും പാടവും അതുപോലെ മരുഭൂമിയും കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പച്ചപ്പ് കണ്ടു തുടങ്ങി. പക്ഷെ ഈ മുൾച്ചെടിയാണ്, ഇതിൻ്റെ പൂവിന് പോലും മുള്ളാണ്. ഒന്നും കാണുന്നില്ല, ഒരു മനുഷ്യനെയും കാണുന്നില്ല, ഒന്നുമില്ല. 2 സ്ഥലങ്ങളും ഈ മുൾച്ചെടികളും മാത്രം. ഇനി ഒരു 1 hour 15 minutes കൂടി പോകണം. നാദാബെറ്റ് സീമാ ദർശൻ. വെൽക്കം ടു ഗുജറാത്ത് സോളാർ പാർക്ക് എന്ന് കണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ഈ സോളാർ പാനൽസിൻ്റെ കളിയാണ്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇതിരിക്കുന്നത്. നമ്മൾ കിലോമീറ്ററോളം ഇതിങ്ങനെ കണ്ടാണ് പോണത്. നോക്കിയപ്പോൾ ഇത് ഗുജറാത്തിലെ മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ സോളാർ പാർക്കാണ്. ഖാവ്ഡ റിന്യൂവബിൾ എനർജി പാർക്ക്. നമ്മളിപ്പോൾ കച്ച് കഴിഞ്ഞ് പട്ടാൻ ജില്ലയിലേക്ക് കടന്നു, ഗുജറാത്തിലെ. അപ്പോൾ ഈ പട്ടാൻ ജില്ലയിലാണ് 2 വലിയ പാർക്കുകളുണ്ട്. ആദ്യത്തെ പാർക്ക് കഴിഞ്ഞ് ഇത് 2ാമത് ഉണ്ടാക്കിയതാണ്. ഇത് അണ്ടർ കൺസ്ട്രക്ഷനാണ്. 2029 ഇതിൻ്റെ ഫുൾ 30 GW വൈദ്യുതിയാണ് ഇവിടുന്ന് ഉണ്ടാക്കുന്നത്. ഹൈബ്രിഡും ആണ് കേട്ടോ. സോളാർ മാത്രമല്ല, കുറച്ച് 26 GW സോളാറിൽ നിന്നും 4 GW വിൻഡ് പവറിൽ നിന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ഊഹിക്കാവുന്നത് പോലെ ഗുജറാത്തിലെ ഈ വലിയ പ്രോജക്റ്റിൻ്റെ പിന്നിലുള്ളത് അതിൻ്റെ മെയിൻ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പ് തന്നെയാണ്. ഒപ്പം തന്നെ ഗുജറാത്ത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും മറ്റ് ചെറുകിട കമ്പനികളൊക്കെ ഇതിൽ പാർട്ടാണ്. എന്തായാലും ഒരു ഗംഭീരൻ സംഭവമാണ്. വെറുതെ കിടന്നിരുന്ന 72,000 ഹെക്ടർ ഭൂമിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ വർക്ക് കഴിയുമ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ പൂർത്തിയാവുമ്പോൾ 18 മില്യൺ ഇന്ത്യൻ ഹോംസിനെ ഇത് ലൈറ്റപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെ ഇത് കണ്ട് നമ്മൾ നാദാബെറ്റ്, വെൽക്കം ടു നാദാബെറ്റ് ബോർഡറിൽ എത്തിയില്ല. ബോർഡ് കണ്ടു, ബോർഡറിലേക്ക് ഇനി കുറച്ചും കൂടി പോകണം. സോ സീ യു അറ്റ് നാദാബെറ്റ് ഇന്തോ പാർക്ക് ബോർഡർ സൂൺ. സ്റ്റേ വിത്ത് us. താങ്ക് യു ഫ്രം FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്.